രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് എത്തും. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുക. നേപ്പാൾ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി 47 വയസ്സുള്ള ഷിബുവിൻ്റെ ഹൃദയമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദുർഗയിലേക്ക് മാറ്റി വെക്കുന്നത്. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, എയർ ആംബുലൻസ് കൊച്ചിയിലെത്തിയോ ലിഡിയ? ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല. അതായത് അല്പസമയത്തിനുള്ളിൽ എയർ ആംബുലൻസ് ഹൃദയവുമായി കൊച്ചിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 2:05 കൂടിയാണ് എയർ ആംബുലൻസ് അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഏകദേശം എത്താനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ എയർ ആംബുലൻസ് എന്തായാലും കൊച്ചി ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഹയാത്തിൽ ആംബുലൻസും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം എറണാകുളം ജനറൽ ആശുപത്രിയിലും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മണിക്കൂറുകൾ മുൻപ് തന്നെ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതാണ്. എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ചരിത്രപരമായിട്ടുള്ള നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കാനായി പോകുന്നത്. ആദ്യമായി ജനറൽ ആശുപത്രിയിൽ, ഇന്ത്യയിൽ ആദ്യമായി ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണ്. ഇതേ ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ 2 വർഷം മുൻപാണ് നടത്തി തുടങ്ങിയത്. അപ്പോൾ തന്നെ എല്ലാവിധ കാത്തലാബ് അടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു, എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഇന്ന് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. പ്രത്യേകിച്ച് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേപ്പാൾ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിക്കാണ്, 22 വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ്. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ വലിയ നൂലാമാലകളൊക്കെ കടന്ന് അതൊക്കെ അതിജീവിച്ച ശേഷമാണ് ഇത്തരത്തിൽ കേസ് ഓട്ടോയിലൂടെ 1 വർഷമായി കാത്തിരിക്കുകയും പിന്നീട് ഹൃദയം മാറ്റിവെക്കുന്നതിലേക്ക് വരികയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ ഹൃദയം മാറ്റിവെക്കുന്നതിന് ഒരു പ്രോക്സിമിറ്റി ഉണ്ട്, ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രോക്സിമിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഇത് ആദ്യം പരിഗണിക്കുക കേരളത്തിനുള്ളിൽ ഉള്ള ആളുകളെയാണ്, പിന്നീട് അത് രാജ്യത്തിനുള്ളിൽ ഉള്ള ആളുകളെ, അത് കഴിഞ്ഞാണ് രാജ്യത്തിന് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ പരിഗണിക്കുക. പക്ഷേ നിലവിലെ പെൺകുട്ടിയുടെ സാഹചര്യം, നേപ്പാൾ സ്വദേശിനിയായ പെൺകുട്ടിയുടെ സാഹചര്യം സവിശേഷമായി കണക്കിലെടുത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവുണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നിലവിൽ ശസ്ത്രക്രിയ നടത്താനായി തീരുമാനിച്ചത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ശസ്ത്രക്രിയ നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നേപ്പാൾ സ്വദേശിനിയായിട്ടുള്ള ദുർഗാകാമിക്ക് പുതുജീവൻ ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൃദയം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 2:05 ഹൃദയം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഉടൻ തന്നെ ഹയാത്തിലെ ഹെലിപ്പാഡിലേക്ക് എത്തും. 3.7 കിലോമീറ്ററാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം. അത് ഏകദേശം 5 മിനിറ്റിൽ താഴെ സമയത്തിൽ താണ്ടണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കണക്കാക്കുന്നത്. 5 മിനിറ്റ് താഴെ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗതാഗത ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് ലിഡിയ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എയർ ആംബുലൻസ് കൊച്ചിയിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നോക്കൂ, രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഈ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഹൃദയം വയ്ക്കുന്ന ദുർഗയ്ക്ക് ഈ ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെർഡിറ്റി കാർഡിയോമയോപ്പതി രോഗമായിരുന്നു സ്ഥിരീകരിച്ചത്. ഇതേ അസുഖം ബാധിച്ചാണ് ദുർഗയുടെ അമ്മയും സഹോദരിയും മരിച്ചത്. ഷിബുവിൻ്റെ ഹൃദയം ദുർഗയിൽ മിടിക്കുന്നതോടെ ദുർഗ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവിടെ ഒരുക്കുന്നുണ്ട്. ഈ സ്വകാര്യ ഹോട്ടലിൻ്റെ ഹെലിപ്പാഡിലാണ് ഹെലികോപ്റ്റർ എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ ലാൻഡ് ചെയ്യുന്നത്. അതിനുശേഷം റോഡ് മാർഗം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്.